ജോബ് അധ്യായം 39. കാട്ടാടുകളുടെ പ്രസവകാലം നിനക്കറിയാമോ? മാൻപേടകളുടെ ഈറ്റുനോവ് നീ കണ്ടിട്ടുണ്ടോ? അവയുടെ ഗർഭകാലം നിനക്ക് കണക്കുകൂട്ടാമോ? അവ പ്രസവിക്കുന്ന സമയം നിനക്കറിയാമോ? എപ്പോൾ അവ കുനിഞ്ഞ് കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും അവയുടെ നോവ് നിലയ്ക്കുകയും ചെയ്യുന്നു. അവയുടെ കുഞ്ഞുങ്ങൾ ബലപ്പെട്ട് വിജനസ്ഥലത്തു വളരുന്നു. അവ പിരിഞ്ഞു പോകുന്നു, മടങ്ങി വരുന്നില്ല. കാട്ടുകഴുതയെ അഴിച്ചുവിട്ടതാര്? അതിന് സ്വാതന്ത്ര്യം നൽകിയത് ആര്? ഞാൻ അതിന് പുൽപ്പുറങ്ങൾ പാർപ്പിടവും ഉപ്പുഭൂമി വീടുമായി നൽകി. അത് പട്ടണത്തിലെ ആരവത്തെ നിന്ദിക്കുന്നു, മേയിക്കുന്നവന്റെ ഒച്ച കൂട്ടാക്കുന്നില്ല. മലനിരകളെ അത് മേച്ചിൽപ്പുറമാക്കുന്നു. പച്ചയായത് ഏതും അത് തേടുന്നു. കാട്ടുപോത്ത് നിന്നെ സേവിക്കുമോ? നിന്റെ തൊഴുത്തിൽ അത് രാത്രി കഴിച്ചുകൂട്ടുമോ? നിന്റെ ഉഴവുചാലിലേക്ക് അതിനെ കയറിട്ട് കൊണ്ടുപോകാമോ? അത് നിന്റെ പിന്നാലെ കട്ട നിരത്തുമോ? അത് കരുത്തുള്ളതാകയാൽ നീ അതിനെ ആശ്രയിക്കുമോ? നിന്റെ ജോലി അതിനെ ഏൽപ്പിക്കുമോ? അത് നിന്റെ ധാന്യം മെതിക്കളത്തിലേക്ക് കൊണ്ടുവരുമെന്ന് നീ വിശ്വസിക്കുമോ? ഒട്ടകപക്ഷി അഭിമാനത്തോടെ ചിറകു വീശുന്നു. എന്നാൽ അതിന് കൊക്കിനെയോ കഴുകനെയോ പോലെ പറക്കാൻ കഴിയുമോ? അവ മുട്ട മണ്ണിൽ ഉപേക്ഷിച്ചു പോകുന്നു. മണ്ണ് അതിനെ ചൂടു നൽകി വിരിയിക്കുന്നു. ചവിട്ടുകൊണ്ട് അത് ഉടഞ്ഞു പോയേക്കുമെന്നോ വന്യമൃഗം അവയെ ചവിട്ടിത്തേക്കുമെന്നോ അത് ഓർക്കുന്നില്ല. അത് കുഞ്ഞുങ്ങളോട് ക്രൂരമായി പെരുമാറുന്നു. അതു കണ്ടാൽ അവ അതിൻ്റേതല്ലെന്ന് തോന്നും. ഈറ്റുനോവ് പാഴായി പോയാലും അതിന് ഒന്നുമില്ല. എന്തെന്നാൽ ദൈവം അതിന് ജ്ഞാനം നൽകിയില്ല, വിവേകത്തിൽ പങ്കും കൊടുത്തില്ല. ഉണർവോടെ പായുമ്പോൾ അത് കുതിരയെയും കുതിരക്കാരനെയും പിന്തള്ളുന്നു. കുതിരയ്ക്ക് കരുത്തു കൊടുക്കുന്നത് നീയാണോ? അതിന്റെ കഴുത്തിൽ ശക്തി ധരിപ്പിച്ചത് നീയോ? അതിനെ വെട്ടുകിളിയെപ്പോലെ ചാടിക്കുന്നത് നീയോ? അതിന്റെ ശക്തിയേറിയ ചീറ്റൽ ഭയജനകമാണ്. അവൻ സമതലത്തിൽ മാന്തി ഊറ്റം കാണിച്ച് ഉല്ലസിക്കുന്നു. ആയുധങ്ങൾക്കെതിരെ പാഞ്ഞു ചെല്ലുന്നു. അവൻ ഭയത്തെ പുച്ഛിക്കുന്നു, സംഭീതനാകുന്നില്ല. അവൻ വാളിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്നില്ല. അവന്റെ മേൽ ആവനാഴിയും മിന്നുന്ന കുന്തവും ശൂലവും കിലുകിലുങ്ങുന്നു. അവൻ ഉഗ്രതയും കോപവും പൂണ്ട് ദൂരം പിന്നിടുന്നു. കാഹളനാദം കേട്ടാൽ നിശ്ചലനായി നിൽക്കാൻ അവന് കഴിയുകയില്ല. കാഹളം കേൾക്കുമ്പോൾ അവൻ ഹേഷാരവം മുഴക്കുന്നു. അവൻ അകലെ നിന്നു തന്നെ യുദ്ധം മണത്തറിയുന്നു. സൈന്യാധിപന്മാരുടെ അട്ടഹാസവും ആജ്ഞാസ്വരവും തിരിച്ചറിയുന്നു. നിന്റെ ജ്ഞാനം കൊണ്ടാണോ പരുന്ത് ഉയരുകയും ചിറകുകൾ തെക്കോട്ട് വിടർത്തുകയും ചെയ്യുന്നത്? നിന്റെ കൽപ്പനയാലാണോ കഴുകൻ പറന്നുയരുകയും ഉയരത്തിൽ കൂടുകൂട്ടുകയും ചെയ്യുന്നത്? അത് പാറപ്പുറത്ത് ആർക്കും കയറാൻ പറ്റാത്ത പാറക്കൂട്ടങ്ങളുടെ തുഞ്ചത്ത് പാർക്കുന്നു. അവിടെ നിന്ന് അത് ഇര തിരയുന്നു. അതിന്റെ കണ്ണ് ദൂരെ നിന്ന് ഇരയെ കാണുന്നു. അതിന്റെ കുഞ്ഞുങ്ങൾ രക്തം വലിച്ചു കുടിക്കുന്നു. ശവമുള്ളിടത്ത് അവനും ഉണ്ട്. ജോബ് അധ്യായം 40. കർത്താവ് തുടർന്നു, ആക്ഷേപം പറയുന്നവൻ സർവശക്തനോട് ഇനിയും വാദത്തിന് മുതിരുമോ? ദൈവത്തോട് തർക്കിക്കുന്നവൻ ഉത്തരം പറയട്ടെ. ജോബ് നിശബ്ദനാകുന്നു. ജോബ് കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിസ്സാരനാണ്. ഞാൻ എന്തുത്തരം പറയാനാണ്? ഞാൻ വായ് പൊത്തുന്നു. ഒരിക്കൽ ഞാൻ സംസാരിച്ചു, ഇനി ഞാൻ ഉത്തരം പറയുകയില്ല. 2 തവണ ഞാൻ മറുപടി പറഞ്ഞു, ഇനി ഞാൻ മിണ്ടുകയില്ല. ദൈവം തുടരുന്നു. അപ്പോൾ ചുഴലിക്കാറ്റിൽ നിന്ന് കർത്താവ് ജോബിനോട് അരുളി ചെയ്തു, പുരുഷനെ പോലെ നീ അരമുറുക്കുക. ഞാൻ ചോദിക്കാം, ഉത്തരം പറയുക. നീ എൻ്റെ വിധി അനീതിപരമെന്ന് പറയുമോ? നിന്നെ തന്നെ നീതീകരിക്കാൻ നീ എന്നെ കുറ്റക്കാരനാക്കുമോ? നീ ദൈവത്തെ പോലെ ശക്തനാണോ? അവിടുത്തെ പോലെ ഗർജനം മുഴക്കാൻ നിനക്കാകുമോ? മഹിമയും പ്രതാപവും കൊണ്ട് നിന്നെ തന്നെ അലങ്കരിക്കുക. മഹത്വവും പ്രാഭവവും ധരിച്ചുകൊള്ളുക. നിന്റെ കോപം കവിഞ്ഞൊഴുകട്ടെ. ഓരോ അഹങ്കാരിയെയും ഒറ്റ നോട്ടത്തിൽ എളിമപ്പെടുത്തുക. ഓരോ അഹങ്കാരിയെയും ഒറ്റ നോട്ടത്തിൽ താഴെയിറക്കുക. ദുഷ്ടനെ
നിൽക്കുന്നിടത്ത് നിന്ന് വലിച്ചിടുക. അവരെ പൊടികൊണ്ട് മൂടുക. അവരെ അധോലോകത്തിൽ ബന്ധിക്കുക. നിന്റെ വലത്തുകരം തന്നെ നിനക്ക് വിജയം നൽകുന്നുവെന്ന് അപ്പോൾ ഞാൻ അംഗീകരിക്കാം. നേർക്കുതിരയെ നോക്കുക. നിന്നെ സൃഷ്ടിച്ചതുപോലെ അവനെയും ഞാൻ സൃഷ്ടിച്ചു. കാളയെപ്പോലെ അവൻ പുല്ലു തിന്നുന്നു. അവന്റെ ശക്തി അരയിലും ബലം ഉദരപേശികളിലുമാണ്. അവന്റെ വാല് ദേവദാരു പോലെ ദൃഢവും അവന്റെ കാലുകളിലെ സ്നായുക്കൾ പിണഞ്ഞു ചേർന്നതും ആണ്. അവന്റെ അസ്ഥികൾ ഓട്ടുകുഴൽ പോലെയും അവയവങ്ങൾ ഇരുമ്പഴികൾ പോലെയുമാണ്. അവൻ ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഒന്നാമനാണ്. അവനെ സൃഷ്ടിച്ചവനു മാത്രമേ അവനെ തോൽപ്പിക്കാൻ കഴിയൂ. വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന മലകൾ അവന് ഭക്ഷണം നൽകും. താമരയുടെ തണലിലും ചതുപ്പുനിലത്ത് ഞാങ്ങണയുടെ മറവിലും അവൻ കിടക്കുന്നു. താമര അവന് തണൽ നൽകുന്നു. അരുവിയിലെ അരളികൾ അവനെ ചുറ്റി നിൽക്കുന്നു. നദി കലങ്ങി മറിഞ്ഞാലും അവൻ ഭയപ്പെടുകയില്ല. ജോർദാൻ വായിലേക്ക് കുത്തിയൊഴുകിയാലും അവന് കൂസലില്ല. ആർക്കെങ്കിലും അവനെ കൊളുത്തിൽ കുരുക്കാമോ? അവന് മൂക്കുകയർ ഇടാമോ?